നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, മീഡിയ പ്ലസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടേക്ക് ഇറ്റ് ഈസിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഓരോ യാത്രകളും ജീവിതത്തിലെ ഓരോ പഠനങ്ങളാണ്. ഓരോ വിദ്യാലയത്തിലൂടെയുള്ള, ഓരോ മുഖങ്ങളിലൂടെയുള്ള, ഓരോ ചോദ്യോത്തരങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ടേക്ക് ഇറ്റ് ഈസി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഒരു പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ കലാമേഖലയാണെങ്കിലും കായിക മേഖലയാണെങ്കിലും പഠന മേഖലയാണെങ്കിലും ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും ഈ ഹരിത കേരളം പോലെയുള്ള വലിയ വലിയ മത്സരങ്ങളിലൊക്കെ എന്നും പേര് കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് നെടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്നത്തെ എപ്പിസോഡ് എടുക്കാൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങൾ എത്തിയതും നെടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ്. ഇവിടെ ഒരുപാട് നല്ല സൗഹൃദങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ചിലപ്പോഴെങ്കിലും ഈ ഒരു പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്കറിയാം ഈ ഒരു നാടിന്റെ, ഈ ഒരു മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയധികം ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു മണ്ണ് കൂടിയാണ് ഈ ഒരു മണ്ണെന്ന് പറയുന്നത്. നെടുവേലി പോലുള്ള ഈ ഒരു സ്ഥലത്തിന്റെ ഒരു മണ്ണെന്ന് പറയുന്നത്. ഇപ്പോ ഞങ്ങളോടൊപ്പം ഉള്ളത് നെടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ HM ഹാമില ബിവി മാം ആണ്. നമസ്കാരം മാം, സുഖമായിരിക്കുന്നോ? സുഖമാണ്. ഇപ്പൊ ശരിക്കും ഈ നെടുവേലി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് മാം ഇപ്പൊ ഇവിടെ ചാർജ് എടുത്തിട്ട് ഒരു 5-6 മാസം അത്രേ ആയിട്ടുള്ളൂ. എങ്ങനെയാണ് ഈ വിദ്യാലയത്തിന്റെ ഒരു പഠന പാരമ്പര്യവും കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഇതൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു സ്കൂളാണ്. എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പൊ ഈ സ്കൂളിലെന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയായ രീതിയിലുള്ള ഒരു പഠന പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന് എല്ലാ അധ്യാപകരും ഒരൊറ്റ മനസ്സോടുകൂടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ച വെക്കുന്നത്. നമുക്ക് ഒരുപാട് മേഖലകളിൽ, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ഏത് മേഖലകളിലും നമ്മുടെ സ്കൂള് ഒന്നാമതായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഉദാഹരണം തന്നെ കേരളത്തിൽ ഇപ്പം 700-ൽ പരം സ്കൂളുകൾ ഹരിത വിദ്യാലയം എന്നുള്ള പ്രോഗ്രാമില് എടുത്തതില് തിരുവനന്തപുരം ആകെ 110 സ്കൂളുകളാണ്. അപ്പൊ ആ 110 സ്കൂളിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 11 സ്കൂളുകളാണ്. അതിൽ ഒരു സ്കൂള് നമ്മുടെ സ്കൂളാണ്. അതുപോലെ സ്പോർട്സിന്റെ കാര്യം സംബന്ധിച്ച് നല്ല വലിയ ഒരു മേഖല തന്നെ ഇവിടെ ഉണ്ട്. കോക്കോയില് കുട്ടികള് നാഷണൽ ലെവൽ വരെ 3 കുട്ടികൾ എത്തിയിട്ടുണ്ട്. അതുപോലെ സ്വിമ്മിങ്ങിന് 2 സ്വർണ്ണ മെഡലും 1 വെള്ളി മെഡലും നേടി. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സിൽ നല്ല ഒരു ടീച്ചറാണുള്ളത്. ടീച്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനതല ഷോർട്ട് പുട്ടില് അധ്യാപകരെ പ്രതിനിധീകരിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 3-ാം സ്ഥാനം നമുക്ക് ഷോർട്ട് പുട്ടില് ലഭിക്കുകയുണ്ടായി. വളരെ അഭിമാനകരമായ കാര്യമാണ്. അങ്ങനെ ഏത് മേഖല എടുത്താലും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കലോത്സവം പ്രവൃത്തി പരിചയമേളയിലൊക്കെ സബ് ജില്ലയിൽ നമുക്ക് ഓവറോളാണ്. അതുപോലെ കലാമേഖലകളില് നമുക്ക് 4-ാം സ്ഥാനം ജില്ലാതലത്തില് നമ്മൾ എത്തിയിട്ടുണ്ട്. A ഗ്രേഡ് പല ഇതിലും നേടിയിട്ടുണ്ട്. ഈ പഠനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ 10 വർഷം കൊണ്ട് തുടർച്ചയായി പിന്നെ നമുക്ക് SSLC പരീക്ഷയ്ക്ക് 100% വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. എത്ര ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഈ ഹൈസ്കൂൾ മേഖലയിൽ തന്നെ? ഇപ്പൊ 16 ടീച്ചേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ 2 ഡിവിഷനും കൂടെ കൂടി 8, 9, 10 ക്ലാസ് മാത്രമാണ് ഉള്ളത്. പിന്നെ ഹയർ സെക്കൻഡറി താഴെയാണ്. ഈ കായികപരമായിട്ടുള്ള ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തന്നെയാണ്? അല്ല, ഇനി 3 ഗ്രൗണ്ട് താഴെ ഉണ്ട്. 3 വേറെ ഉണ്ട്. അടിപൊളി. ഇപ്പൊ നമുക്ക് ക്രിക്കറ്റിന് വേണ്ടിയുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കോച്ചിങ്ങിനൊക്കെ ഏകദേശം ഞങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഠനം, ഈ വായനാശീലം വളർത്തുന്നതിനെ വേണ്ടിയിട്ട് നമുക്ക് ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയൻ ഉണ്ട്. അപ്പൊ കുട്ടികളെ ഫ്രീ പീരീഡും അല്ലാതെയും ഒക്കെ അവിടെ ഇരുത്തി കുട്ടിക്ക് വായിക്കുവാനും അതിനെക്കുറിച്ച്, കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് അവർക്ക് പിന്നെ അതിനെ വിലയിരുത്തുവാനും എഴുതുവാനും ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും പിന്നെ ഇവിടെ കുട്ടികളെ മൈക്കെല്ലാം വെച്ചുകൊണ്ട് അവരുടേതായ ഒരു പ്രോഗ്രാം തന്നെ എല്ലാ വെള്ളിയാഴ്ചയും അത് നടത്തുന്നുണ്ട്. അത് കുട്ടികൾ തന്നെയാണ് അത് നേരിട്ട് ചെയ്യുന്നത്. പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിങ്ങിൽ തന്നെ പാവപ്പെട്ട ക്യാൻസർ പേഷ്യന്റ് അവർക്ക് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. അതുപോലെ കാല് സുഖമില്ല, കാല് മുറിച്ചെടുക്കുന്ന ഒരു, അത് സ്കൗട്ടിന്റെ നേതൃത്വത്തിൽ അവരുടെ വീട്ടുവാടക ഉൾപ്പെടെ കുട്ടികള് അവരുടെ അതായത് NSSകാര് അവരുടെ എല്ലാ ജോലികളും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ശരിക്കും പഠനത്തിന് പുറമെ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാരാക്കി മാറ്റുക ലക്ഷ്യം അല്ലെ? ശരി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് വർഷത്തെ പഠന പാരമ്പര്യമുള്ള ഒരു വിദ്യാലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നെടുവേലി. ഒരുപാട് വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്, ടേക്ക് ഇറ്റ് ഈസിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. തുടങ്ങുകയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശേഷങ്ങളും.
ഞങ്ങള് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കരമായ ചോദ്യങ്ങളല്ല, വളരെ ലില്ലിപ്പൂ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു അല്പം വ്യത്യസ്തത തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇങ്ങനെ ഉള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ, അത് ഏത് ചാനലും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നാളെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമിനൊക്കെ വരുമ്പോൾ എഴുതാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കാം, അല്ലെങ്കിൽ എഴുതി വെക്കാം. ശരി, ആരംഭിക്കുകയാണ് ടേക്ക് ഇറ്റ് ഈസിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നെടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ടേക്ക് ഇറ്റ് ഈസിയുടെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വലിയൊരു വിദ്യാലയം, ഒരുപാട് നല്ല പാഠ്യ മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം, എല്ലാം കൊണ്ടും വളരെ സുന്ദരമായിട്ടുള്ള ഒരു വിദ്യാലയത്തെയാണ് ഇന്ന് ടേക്ക് ഇറ്റ് ഈസിയുടെ കൈകളിൽ കിട്ടിയിരിക്കുന്നത്. അവിടെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. പേടിക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരല്ലേ. ഇത് ചോദിക്കുന്നത് ജി കെ ആണ്. ജി കെ എന്ന് വെച്ചിട്ട് ഭയങ്കര ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചിന്തിക്കണ്ട കേട്ടോ. എന്തോ പേടിയുള്ള പോലെ തോന്നുന്നു. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ടെൻഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിക്കും. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഇതെന്താണ് നെടുവേലിയിലെ പിള്ളേരൊക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്നത്, നല്ല സ്കൂളല്ലേ. പേരെന്താടാ? അഭിരാമ. സുഖമായിരിക്കുന്നു. ഇപ്പൊ ഏത് ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഭിരാമേ? അതെ, ഏത് ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കണേ? വിഷയം ഏതാണ്? ബയോളജി. ഇഷ്ടമാണോ ബയോളജി? അടിപൊളിയാണോ? ഭക്ഷണം കൊണ്ടുവന്നോ ഇന്ന്? എന്തായിരുന്നു സ്പെഷ്യൽ? എന്താണ് ഇന്ന് കൊണ്ടുവന്നതില്? ചോറനെ കറി എന്താണ് സ്പെഷ്യൽ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചോദിച്ചില്ല അമ്മയോട്? ചോദിച്ചില്ല അമ്മ നമുക്കൊന്ന് സ്പെഷ്യൽ ഒന്നുമില്ല എന്ന് ചോദിച്ചു. വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഈ പാചകത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടാക്കാൻ അറിയോ സാധനങ്ങളൊക്കെ? എന്തെങ്കിലും ഒന്നുമില്ല. ഹെൽപ്പ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും, അല്ല കിച്ചൺ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കും. എവിടെ വീട്? എവിടെ മോന്റെ? ഇതിന്റെ അടുത്താ? ഓക്കെ. അപ്പൊ ഇവിടെ എത്രാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് മോൻ? 8ാം ക്ലാസ്. അന്നൊക്കെ ഈ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇങ്ങനെ തന്നെയുണ്ട് അല്ലേ? ശരി. ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു. നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂൾ എത്ര? 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ഏതാ ഡിവിഷൻ? സി ആണ്. സ്കൂളിനെ കുറിച്ച് പറ, പഠനത്തെ കുറിച്ചൊക്കെ പറ. അടിപൊളിയാണോ? അടിപൊളിയാണ്. ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കും. എന്താ പേര്? അനീഷ്മയെ കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? അനി എന്നാണ് വിളിക്കുക? അനു എന്നാണ്? അച്ചു എന്നാ? അനിച്ചു എന്നാണ് വിളിക്കുക? നല്ല പേരല്ലേ, കുഴപ്പമില്ല. എവിടെയാണ് അനിച്ചുയുടെ വീട്? പന്തലക്കോട്. ഞാൻ ഈ നാട്ടുകാരനല്ല. കുറെ പോകാനുണ്ടോ പന്തലക്കോട്? മുകളിലോട്ട് പോകണം. കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ടാവുമല്ലേ വണ്ടിയില്? നടന്നു പോകും അല്ലേ? ആ സ്ഥലത്ത് നിന്ന് വരുന്ന വേറെ കൂട്ടുകാരുണ്ടോ ഇവിടെ? ഒരുപാട് പേരുണ്ടോ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? ചേട്ടൻ എന്ത് ചെയ്യുന്നു? കോളേജിൽ പോകുന്നു. എവിടെ? ചേട്ടനായിട്ട് അടിപൊളിയൊക്കെ കൂടുന്ന ആളാണോ? അത്യാവശ്യം. എന്ത് അടിപൊളി കൂടാറ്? അനിച്ചു അല്ല, ഇപ്പം കോളേജിലൊക്കെ പോയി വരുന്ന സമയത്ത് ഇന്നത് വേണം, പോയി വരുന്ന സമയത്ത് ഇന്നത് വേണം എന്നൊക്കെ പൊതുവെ പറയാവുന്ന ആളാണ്. അങ്ങനെ കൊണ്ടുതരില്ലെന്ന് അറിയാം. പേരെന്താണ്? സൗപർണിക. ആ, കൂട്ടുകാരൊക്കെ സൗപർണിക തന്നെ. അങ്ങനെ പറയും. ഓക്കെ. എവിടെ സൗപർണികയുടെ വീട്? വെമ്പായത്താണല്ലേ? ശരി. അപ്പോ ബസ് എങ്ങനെ? ബസ്സിൽ അമ്മ കൊണ്ടുവരും. ഓ അതെ അല്ലേ. അമ്മ ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? അമ്മ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു, ഇപ്പം അതെല്ലേ. ശരി. ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം, ബ്യൂട്ടീഷ്യൻ മേഖലയിലൂടെ ഭയങ്കര താല്പര്യം ഒന്നുമില്ല? ഓക്കെ. അമ്മയുടെ മാതാപിതാക്കളുടെ ഒക്കെ ഒരു ലക്ഷ്യം എന്താണ് മോളെ കുറിച്ച്? ഞാൻ പഠിക്കണം, നല്ല ഒരു സ്വന്തം കാര്യം ശേഷി ഉണ്ടാവണം. അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ വരണം, ബ്യൂട്ടീഷ്യൻ മേഖലയിലേക്ക് വരണ്ട, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല? എന്താവാനാണ് ആഗ്രഹം? എനിക്ക് ഫാർമസിസ്റ്റ് ആവാനാണ് ആഗ്രഹം. ഓക്കെ. ഒരുപാട് അവസരങ്ങൾ, ഗൾഫിലൊക്കെ ഒരുപാട് അവസരങ്ങളുടെ സംഭവം അല്ലേ? ജോലി കേരളത്തിൽ, ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യ, എങ്ങനെയാണ് ആഗ്രഹം? കേരളം. അത് മതി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, ഞാൻ. ഓക്കെ. അച്ഛൻ എന്ത് ചെയ്യാ? അച്ഛൻ ഡ്രൈവറാണ്. നാട്ടിൽ തന്നെയാണോ? ഇവിടെ തന്നെ. പേരെന്താണ്? നിരഞ്ജന. അമ്പലത്തിൽ പോയോ നിരഞ്ജന? ഇന്ന് അമ്പലത്തിൽ പോയോ? ഇല്ല, പോയിട്ടില്ല. ഇപ്പൊ എക്സാമിന്റെ ഒക്കെ സമയമില്ലേ? അപ്പം 14 മുതൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. ശരി. അപ്പോ ഈ എക്സാമിന്റെ സമയത്താണല്ലോ കൂടുതൽ വിദ്യാർത്ഥികൾ അമ്പലത്തിൽ പോവുക, നന്നായിട്ട് തൊഴുക, അങ്ങനെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അല്ലാത്ത സമയം ജസ്റ്റ് അമ്പലത്തിന് മുമ്പിൽ എത്തുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് പോണ ആൾക്കാർ അല്ലെ? പരീക്ഷ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പരീക്ഷ ഇതുപോലുള്ള എക്സാം ഒക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തെ? അങ്ങനെയൊന്നുമില്ല, ദൈവമേ വിളിക്കും. ദൈവമേ കാത്തോളേന്നല്ലേ? എവിടെ സ്ഥലം? എവിടെയാണ്? വേറ്റ്നാട്. ആ, ശരി. എല്ലാം ഭയങ്കര രസമുള്ള പേരുള്ള സ്ഥലങ്ങളല്ലേ? എത്രാം ക്ലാസ് മുതൽ ഇവിടെ പഠിക്കുന്നുണ്ട് നമ്മള്? ഞാൻ ഇപ്പൊ 8ലാണ്. ഇവിടെ ഇപ്പൊ വന്നതേ ഉള്ളൂ. ശരി. ഓക്കെ. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകണം, സ്കൂളൊക്കെ അടിപൊളിയായിട്ട് പോകണം. മുന്നേ എവിടെയായിരുന്നു? മുന്നേ ഇവിടെ GPS കൊഞ്ചറ. ശരി. ഇവിടെ നല്ല കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ പഠനം വളരെ കൂളായിട്ട് നടക്കുന്നുണ്ടോ? IT മേഖല.
വിദ്യാലയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ? വിദ്യാലയം ഇവിടെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് 100% വിജയം അക്കാഡമിക് ലെവലിൽ വരുന്ന സ്കൂളാണ്. പിന്നെ കൂടാതെ നമ്മുടെ ശാസ്ത്രമേളയിലൊക്കെ സബ് ജില്ലാ തലത്തിലൊക്കെ നമുക്ക് നല്ല ഓവറോൾ ഒരുപാട് വർഷമായി, ഒരു 10-12 വർഷത്തോളമായിട്ട് ഓവറോൾ ഉണ്ട്. പിന്നെ ഇവിടെ IT മേഖല തന്നെ ആയിട്ട് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ഉണ്ട്. പിന്നെ കൂടാതെ IT ടീച്ചർ നമ്മുടെ എല്ലാ ക്ലാസ് IT കുറിച്ചുള്ള ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ടീച്ചർമാരാവട്ടെ നമ്മുടെ പ്രൊജക്ടർ മറ്റ് ICT ഉപകരണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സയൻസ്, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ IT കാണിക്കാൻ ഉണ്ട്. നല്ല സ്കൂളാണ്. എന്തൊക്കെയാ വിശേഷടാ? നീ ഭക്ഷണം കഴിക്കുന്നൊക്കെ വളരെ കുറവാണോ? ഇല്ല, കഴിക്കും. ആവശ്യത്തിന് മാത്രം അല്ലേ? എന്തായാലും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? എപ്പോഴും കഴിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു വിഭവം എന്താണ്? ഫാസ്റ്റ് ഫുഡ് തന്നെ. ഫാസ്റ്റ് ഫുഡാണ് കൂടുതൽ ഇഷ്ടം. അതിലെന്താണ്? പൊറോട്ടയാണ് കൂടുതൽ. ചിക്കൻ ആയാൽ കുഴപ്പമില്ല അല്ലേ? പേരെന്താണ്? ഗോപികൃഷ്ണ. ഗോപികൃഷ്ണ. എവിടെ സ്ഥലം? എവിടെയാണ് ഗോപികൃഷ്ണയുടെ? അടുത്താ? ശരി ശരി. നമ്മുടെ ഈ ഒരു നാട് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഏതൊക്കെ കാര്യങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്? സ്പോർട്സ് കൂടുതലൂടെ ഈ നാട് മൊത്തം സ്പോർട്സിനോട് താല്പര്യം കൂടുതൽ ആൾക്കാർ. ഫുട്ബോളിനോടാണോ കൂടുതൽ താല്പര്യം? ഭയങ്കര ആവേശമായിരിക്കും അല്ലേ? ഏതാ ടീം തന്നെ? മെസ്സി. മെസ്സി ടീം. ഓക്കെ, അർജന്റീനയാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഞാൻ വന്നിരിക്കുന്നത് മീഡിയ പ്ലസ് ചാനൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പേര് ടേക്ക് ഇറ്റ് ഈസി എന്നാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് മുഖത്തൊക്കെ ഭയങ്കര വാട്ടം കാണുന്നത്? ഒന്നുമില്ലല്ലോ, ഇല്ല. 3 റൗണ്ടാണ് ഇതിലുള്ളത് കേട്ടോ. 3 ചോദ്യങ്ങൾ, 3 ചോദ്യത്തിന് ഓരോ റൗണ്ട്. ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് ഒരുമിച്ച് ചെയ്യുന്നതാണല്ലോ. പക്ഷെ ഇവിടെ ഒരു മത്സരാർത്ഥി വേണം, ആളോട് ഞാൻ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം ചോദിച്ച് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പാസ് ചെയ്യും. പിന്നെ ആരാണ് ഉത്തരം പറയുന്നത് ആളോട് രണ്ടാമത്തെ 3ാമത്തെ റൗണ്ടിലെ ചോദ്യം ചോദിക്കും. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വരുന്ന വഴിയെ ഞാൻ പറയാം. ഇതിൽ ആരാ മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്നത്? ഒരാളാണ് മത്സരാർത്ഥി വേണ്ടത്. ആരോട് ചോദിക്കണം? നമുക്ക് 5 പേര് ഇപ്പോൾ മത്സരാർത്ഥി, നിങ്ങൾ എല്ലാവരും മത്സരാർത്ഥികൾ തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു നെടുന്തൂൺ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി എനിക്ക് വേണം. ആരാണ്? ചേച്ചി പറഞ്ഞിക. ഓക്കെ, അപ്പൊ സൗ മത്സരിക്കാൻ പോകുന്നു. സൗവിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യമാണ്. ഉത്തരം പറയുന്നതനുസരിച്ച് സമ്മാനം ഞാൻ തരാം. സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിൽ സൗപർണികയോടുള്ള ചെറിയൊരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഡിസ്കസ് ചെയ്യാം. പക്ഷെ ആദ്യത്തെ ഉത്തരം ഒന്ന് ആലോചിച്ച് പറയണം. അറിയില്ലെങ്കിൽ ഞാൻ തുടർന്ന് പാസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. സൗ മത്സരിക്കുന്നു. ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. സിനിമയൊക്കെ കാണുന്ന ഒരു സ്വഭാവം എങ്ങനെയാണ്? തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണുന്ന ആളാണോ? വലുതായിട്ടില്ല, എന്നാലും വല്ലപ്പോഴും ഉണ്ട്. ഈ പത്രങ്ങളിലൊക്കെ പലപ്പോഴും ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഈ ഒരുപാട് നിരാശകൾ കൊണ്ട് ആൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കാണും. ഇഷ്ടംപോലെ ഉണ്ട്, ഒരുപാട് വാർത്തകളുണ്ട്. ഈ സീരിയലിനും സിനിമക്കും അതിന്റെ പങ്കുണ്ടോ? ഇങ്ങനെ ഈ സീരിയല് ഒരു പങ്കുണ്ടോ? ഉണ്ട്. അത് പത്രവാർത്ത ഈ ഇടയ്ക്ക് വന്നൊരു പത്രവാർത്ത 2-3 മാസമായി കാണും. അത് ഒരു ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് അനുകരിക്കാൻ ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത ഈ ഇടയ്ക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ പറയാം, ഇത് വളരെ ഉണ്ടാവും. സീരിയലും സിനിമയൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ടാവും അല്ലെ? ചോദ്യം, മലയാള സിനിമ എന്ന് പറഞ്ഞാല് ഒരുപാട് നല്ല നടീനടന്മാർ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒന്നാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. മറ്റ് അന്യഭാഷ ചിത്രങ്ങൾ പോലും വളരെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുന്നതാണ് നമ്മുടെ മലയാള സിനിമ. എടുത്തു പറയേണ്ട ഒരുപാട് താരങ്ങളുണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല. ചോദ്യം, 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര അഭിനേത്രി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2022 ഫെബ്രുവരിയിൽ അന്തരിച്ച ഒരു നടിയാണ്. ആള് എത്ര വർഷം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, എത്ര കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോ ആക്കെന്റെ സംശയമാണ്. ഞാൻ എത്ര കഥാപാത്രങ്ങൾ ചെയ്തു, അമ്മ, കാമുകി, സഹോദരി, അങ്ങനെ വേണ്ട ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു നടിയാണ് 2022 ഫെബ്രുവരിയിൽ അന്തരിച്ചത്. മലയാള സിനിമയിലെ ഒഴിവാക്കാൻ പറ്റാത്ത നടി ആരാണെന്നുള്ളതാണ് ചോദ്യം. നാടകത്തിൽ നിന്ന് വന്ന നടിയാണ്. നാടകത്തിൽ നിന്ന് വന്ന, ഇത് PSCക്ക് വന്ന ചോദ്യമാണ്. KPSC ലളിത എന്ന് പറയുന്നത്. ഓക്കെ, കൂട്ടുകാരി എന്ന് പറയുന്നത് കവിയൂർ പൊന്നമ്മ മരിച്ചിട്ടില്ല, കൊല്ലല്ലേ. അല്ല, ചില സമയം ആളിപ്പോ സിനിമയിലില്ല കേട്ടോ. കവിയൂർ പൊന്നമ്മ ഇപ്പോ സിനിമയിലില്ല. അമ്മ ചില മാറിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം. KPSC ലളിത എന്ന് പറയുന്നത്. KPSC ലളിത എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് KPSC ലളിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾ എത്ര കഥാപാത്രം ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കും പറയാൻ പറ്റില്ല, ആൾക്ക് പറയാൻ പറ്റണില്ല. ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചതാണ്, അപ്പൊ പറഞ്ഞതാണ് എനിക്കറിയില്ല മോനെ ഞാൻ എത്ര കഥാപാത്രം ചെയ്തു എന്നുള്ളത്. പറയുമ്പോൾ അത് എത്ര വർഷം, ഏത് വർഷം, പ്രേംനസീർ കാലഘട്ടം, അതിനു മുന്നേയുള്ള കാലഘട്ടത്തിൽ തന്നെ KPSC എന്ന് പറയുന്ന വലിയ ഒരു സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന നാടക വിശേഷണമുള്ള ഒരു ട്രൂപ്പിൽ നിന്ന് വന്ന നടി, അമ്മയാണ്, മലയാള സിനിമയുടെ കാമുകിയാണ്,
ഇന്നും പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു നടിയാണ് KPSC ലളിത. ചില സ്ഥാനങ്ങൾ അങ്ങനെയാണ്, ഒരു ചോദ്യചിഹ്നമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കാര്യം എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. KPSC ലളിതയെ പോലെയുള്ള നടിയൊന്നും ഇനി മലയാള സിനിമയിൽ ഉണ്ടാകില്ല എന്നുള്ളത് 100% സത്യമാണ്. KPSC ലളിത എന്നുള്ളത് റൈറ്റ് ആൻസർ. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ്. ഇപ്പോഴാളുടെ മുഖത്ത് ശരിക്കും ഒരു ചിരി വന്നു കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങളുടെ എൻട്രി റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഇനി പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെ വലിയൊരു ക്വിസ് കോമ്പറ്റീഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കൂടല്ലേ? ഓക്കെ, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇനി മോള് തന്നെ മത്സരിക്കണം, ഒന്ന് ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാം. ഓക്കെ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ശരി, അപ്പൊ സൗ മത്സരിക്കുന്നു. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട് ആണ്. ഈസി റൗണ്ടിലെ മത്സരാർത്ഥിയോടുള്ള ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഇപ്പൊ എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആണ് അല്ലെ? ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആണ്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള മാറ്റം. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, പണ്ട് സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം വരും. ഒരു ഇതൊക്കെ വെച്ചിട്ട് പ്രൊജക്ടർ വെച്ച്, യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശരിക്കും ഒരു സിനിമ വലിയൊരു രൂപത്തിലൊക്കെ കാണുന്നത്. ഇപ്പം പിന്നെ അങ്ങനെയല്ല, ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുക. ചോദ്യം ഒറ്റൊരു ഉത്തരം പറയാൻ പാടില്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് പറയണം. 2020 ഒക്ടോബർ 12-നാണ് ഇത് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന ചോദ്യം മനസ്സിലായില്ലേ? ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് റൂം സംവിധാനങ്ങൾ പ്രൊജക്ടർ വെച്ചിട്ട് അറിയാലോ, നിങ്ങൾ ക്ലാസ് റൂം ഹൈടെക് ആയിരിക്കില്ലേ? ഇത് നിലവിൽ വന്ന സംസ്ഥാനം ഏതായിരിക്കും? ഇന്ത്യയിലാണേ. ആലോചിച്ച് പറയണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ആദ്യമായിട്ട് വന്ന സംസ്ഥാനം ഏതാണ്? ഹൈടെക് ക്ലാസ് റൂം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം, സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഡിസ്ട്രിക്ട് അല്ല, സ്റ്റേറ്റ് ആണ്. ഡിസ്കസ് ചെയ്ത് പറഞ്ഞോ, കുഴപ്പമില്ല, അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്ട് ഒക്ടോബർ 12, 2020 കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രഖ്യാപനമൊക്കെ നടന്നത്. ഓക്കെ, ഇപ്പൊ മിക്കവാറും എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആണ്, എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആണ്. ഏത് സംസ്ഥാനത്തെ ക്ലാസ് റൂമുകളാണ് ഹൈടെക് പദവി? ആലോചിച്ച് സംസ്ഥാനമാണ് വേണ്ടത്, ഒരു ഉത്തരം മാത്രം. നമ്മൾ കേരള സംസ്ഥാനത്തുള്ള പൊതുവിദ്യാലയങ്ങളാണ്, എല്ലാ പൊതുവിദ്യാലയങ്ങളുമാണ് ഇങ്ങനെ ഹൈടെക് ആയിട്ട് വന്നത്. ആദ്യ സംസ്ഥാനം കേരളമാണ്. കൂട്ടുകാരൻ എന്ത് പറയുന്നു ഗോപികൃഷ്ണ? കേരളം തന്നെ ആയിരിക്കും, ഉറപ്പാണോടാ? എന്ത് പറയുന്നു? കേരളം. ഓ ഓ ഓ ഓ ഓ കേരളം റൈറ്റ് ആൻസർ. അപ്പൊ ഇത് രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനമാണ്. മീഡിയ പ്ലസ് ചാനൽ നൽകുന്ന ഞങ്ങളുടെ സ്നേഹ സമ്മാനം. ഓക്കെ, കൊടുത്തു, മൈക്ക് പിടിച്ചു. ഇനി മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ട് ആണ്. ഓഡിയൻസ് ചോയ്സ് റൗണ്ട് നമുക്ക് അവരെ ഉൾക്കൊള്ളിക്കണം. നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൗഹൃദങ്ങളുണ്ട്. ക്യാമറക്ക് പിറകിൽ, ഈ ക്യാമറക്ക് പിറകിലല്ലേ, TV-യിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതോ ഒരു നല്ല സൗഹൃദം ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു ചോദ്യം അയച്ചു. ഒരുപാട് പേര് അയച്ചും അതിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ മോളോട് ചോദിക്കാം. അതിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സമ്മാനമുണ്ട്. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ, ഇപ്പൊ കിറ്റ് ചെയ്യുകയാണെങ്കിൽ മീൻസ് മതി, നിർത്താം, എനിക്ക് 2 സമ്മാനം മതി എന്ന് പറഞ്ഞു ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ 2 മറ്റേ സമ്മാനം അവിടെ പോയി, അവിടെ ഉണ്ടല്ലോ അല്ലേ, ഈ 2 സമ്മാനം കൊണ്ട് ക്ലാസ്സിലേക്ക് പോവാം. മോളുടെ ഇഷ്ടമാണ്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി ടഫ് ആയിരിക്കും. 2 പോലെ ഈസി ആയിരിക്കില്ല, ഇത്തിരി കൂടി ടഫ് ആയിരിക്കും. ചിലപ്പോൾ കേട്ടതായിരിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ ഈ സമ്മാനം തിരിച്ചു വാങ്ങിക്കും. അതെന്റെ ജോലിയാണ്. ഡിസ്കസ് ചെയ്തിട്ട് പറയാം. മൂന്നാമത്തെ റൗണ്ടിലേക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കിറ്റ് ചെയ്യാം. എന്ത് ചെയ്യുന്നു? ചോദ്യം കേട്ടിട്ട് മാറാൻ പറ്റത്തില്ല ഇവിടെ. പക്ഷെ ഒരു ഉത്തരേ പറയാൻ പാടുള്ളേ. 2 ഓപ്ഷൻ മീൻസ് ഒറ്റ ഉത്തരം. ഡിസ്കസ് ഓപ്ഷൻസ് ഇല്ല. പറഞ്ഞോ? ക്വസ്റ്റ്യൻ കേട്ട് മാറാൻ പറ്റില്ല, അത് ഫൗൾ ആയി പോവില്ലടാ. ക്വസ്റ്റ്യൻ കേട്ടിട്ടൊന്നും മാറാൻ പറ്റത്തില്ല. ഓക്കെ, ശരി, പറയാം, അത്രേ ഉള്ളൂ. ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. ഇതിപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നല്ല, അതിലൊന്നും മടിയൊന്നും കാണിക്കരുത്. നാളെ ഇതിനേക്കാളും വലിയൊരു ആങ്കറോ അല്ലെങ്കിൽ ടീച്ചറോ വന്നിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ എഴുതുന്ന സമയത്ത് 100-ൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 90 മാർക്ക് കിട്ടി. ലാസ്റ്റത്തെ ചോദ്യം ഇതാണെങ്കിൽ നിങ്ങൾക്ക് 100 നേടാൻ പറ്റത്തില്ലേ? അത്രമാത്രം ചിന്തിച്ചാൽ മതി. അറിയാം, ചോദ്യത്തിൽ അറിയാം. ഓക്കെ, ശരി. അപ്പം മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടിലെ ചോദ്യം. ഓക്കെ, തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്.
ചോദ്യം അയച്ചിരിക്കുന്നത് നിരഞ്ജന. മരുതൂർ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചോദ്യം അയച്ചിരിക്കുന്നത്. അറിയോ സ്ഥലം കേട്ടിട്ടുണ്ടോ? മരുതൂർ കടവ് തിരുവനന്തപുരം ഭാഗത്ത് അങ്ങോട്ട് എവിടെയാണ് മരുതൂർ കടവ്. അപ്പം കേട്ടിട്ടുണ്ടോ? മരുതൂർ കടവ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അവിടെ എവിടെയും കടവുണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ആള് +2 വിദ്യാർത്ഥിനിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളിങ്ങനെ ഈ മ്യൂസിയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ അസ്ഥികൂടങ്ങളുടെ ഒക്കെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, എല്ലുകളും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ചോദ്യം: ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഗവിയിലാണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. ഗവി ഏത് ജില്ലയിലാണെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയല്ല ചോദ്യം വന്നത്, ഞാൻ ചോദ്യം കുറച്ചും കൂടി ഈസി ആക്കി ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിരഞ്ജന സോറി കേട്ടോ, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ആനയുടെ, നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആനയുടെ എല്ലുകളും ഇതൊക്കെ സംഭവം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആനയുടെ മുഴുവൻ അസ്ഥിയും, ഫുൾ ടോട്ടൽ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം കേരളത്തിലെ ഒരേ ഒരു മ്യൂസിയം മാത്രമേ ഉള്ളൂ. അത് ഗവിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗവിന്ന് ഷൂട്ട് ചെയ്ത സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? കുഞ്ചാക്കോ ബോബന്റെ സുന്ദരി പെണ്ണൊക്കെ പറഞ്ഞ ഗവി ഏത് ജില്ലയിലാണെന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. നല്ല തണുപ്പുള്ള ജില്ല. ആലോചിച്ച് പറയണേ, ആലോചിക്കണം. നിരഞ്ജനയാണ് ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഡിസ്കസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗവി നല്ല സ്ഥലമാണ്, സുന്ദരമായിട്ടുള്ള സ്ഥലം. പോയിട്ടുണ്ടോ? ഗവിയിൽ പോയിട്ടുണ്ടോ? ഇല്ല, നല്ല മഞ്ഞായിരുന്നു. ആലപ്പുഴയല്ല, ആലപ്പുഴ. ഇടുക്കിയോ പത്തനംതിട്ടയാണ്. ആനയുടെ ഫുൾ അസ്ഥികൂടങ്ങളും ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇത് അറിയുമ്പോ ചില ടീച്ചർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. അതായത് നോക്കരുത് ഗവി, ഇത് ഗവി. ആലോചിച്ച് പറ. ചോദ്യം മനസ്സിലായില്ലേ? ഇത് പുതിയൊരു അറിവാണോ? അത് പറ. ഈ സംഭവം അറിവാണോ? ഗവി കേട്ടിട്ടുണ്ട്, അതൊക്കെ കേട്ടിട്ടുണ്ട്. അടിപൊളി, അല്ല നല്ല സ്ഥലമാണ്, അടിപൊളി കാലാവസ്ഥയാണ്. ഗവി ഏത് ജില്ലയിലാണ്? സമയം പോയിക്കൊണ്ടിരിക്കുന്നു. മോൻ എന്ത് പറയുന്നു? ഇടുക്കി എന്ന് പറയുന്നു. പത്തനംതിട്ട, ഇടുക്കി, പത്തനംതിട്ട. 2 പത്തനംതിട്ട, 2 ഇടുക്കി. പത്തനംതിട്ട, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലാണ് ഗവി. ആനയുടെ ഫുൾ അസ്ഥികൂടങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയം എന്ന് പറയുന്നത്, അത് ഒരേ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് അത് ഗവിയിലാണ്. ചോദ്യം അങ്ങനെയല്ല, കുറച്ചും കൂടി ടഫായി പോകട്ടെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ലളിതമായിട്ട് അങ്ങോട്ട് ചോദിച്ചത്. ഗവി ഏത് ജില്ലയിലാണെന്നുള്ളതാണ് ചോദ്യം. നിരഞ്ജന മരുതൂർ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദ്യം അയച്ചിരിക്കുന്നത്. +2 വിദ്യാർത്ഥിനിയാണ്. അപ്പൊ അതിന്റെ ശരിയായ ഉത്തരം ഇടുക്കി എന്ന് പറഞ്ഞു. ഇടുക്കി എന്നുള്ളത് കണ്ണൂർ കേട്ടോ. ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട, അതിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി. ഇടുക്കിയും നല്ല സ്ഥലമാണ്, പത്തനംതിട്ടയും നല്ല സ്ഥലമാണ്, രണ്ടും നല്ല തണുപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഗവി വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആള് പറഞ്ഞ ഇടുക്കി എന്ന് പറഞ്ഞില്ലേ, ശരിയായിട്ടുള്ള ഉത്തരം പത്തനംതിട്ട എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പോ പത്തനംതിട്ട ജില്ലയിലാണ് ഗവി എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലം. ഗവി സുന്ദരമാണ്, പക്ഷെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഗവിയിലുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു അറിവാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നാളെ ഒരു എക്സാമിന് വരുമ്പോൾ എഴുതാലോ ഗവിയിലാണ് ഇങ്ങനെ ആനയുടെ എലിഫന്റ് ഫുള്ളായിട്ടുള്ള സ്ട്രക്ചർ അങ്ങനെ ഫുള്ളായിട്ടുള്ളത് ഗവിയിലാണെന്നുള്ളതാണ്. അപ്പോൾ 3ാമത്തെ റൗണ്ടിലെ സമ്മാനം നൽകുന്നത് HM ആണ്. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആണല്ലോ. ടീച്ചർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ ഇങ്ങനെ പറന്നുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ സന്തോഷം. 3ാമത്തെ റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം മീഡിയ പ്ലസ് ചാനൽ നൽകുന്ന സമ്മാനം. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിച്ച ബാക്കിയുള്ളവര്. ഓക്കെ, അപ്പൊ ഓക്കെ, സന്തോഷം. അങ്ങനെ വലിയൊരു ക്വിസ് കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയോ? സ്കൂളല്ലേ, സാധാരണ സംസാരല്ലേ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ലഹരിക്കെതിരെ നമുക്ക് എന്തൊക്കെ പ്രയത്നിക്കാൻ പറ്റുമോ അത് കൃത്യമായിട്ട് പ്രയത്നിക്കുക. നല്ല രീതിയിൽ പഠിക്കുക. ഒരു നല്ല പഠനം കാഴ്ചവെക്കുക. ആശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. TKTCയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത് നെടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ്. ഹൈസ്കൂളിലെ കുട്ടികളെ, ഒരുപാട് നല്ല വിദ്യാർത്ഥികളെ പരിചയപ്പെടാൻ പറ്റി. ശരിക്കും ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്കിന്റെ ഒക്കെ ഒരു സമയമാണ് കേട്ടോ. നമ്മുടെ ഈ ഓർമ്മകൾ, പഴയ കാല വിദ്യാലയ കാലഘട്ടത്തിന്റെ ഒക്കെ ഓർമ്മകളൊക്കെ വീണ്ടും കടന്നു വരുന്ന ഒരു സംഭവമാണ്. ക്ലാസ് വിടുന്ന ഒരു സമയം, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ലഞ്ച്, അത് എല്ലാവരും കൂടി ക്ലാസ് റൂമിൽ ഒരുമിച്ചിരുന്ന് ബെഞ്ചിലിരുന്ന് കഴിക്കുന്നു. ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനവും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വിദ്യാലയത്തിന്റെ പ്രത്യേകത. കാരണം മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് മധുരം കൂടുതലായിരിക്കും. കാരണം അത് നമ്മൾ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെയാണ് ആ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അവിടെ ഒരു
നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നു, നല്ലൊരു സൗഹൃദം വളരുന്നു. ഒരു പാത്രത്തിൽ തന്നെ ഭക്ഷണം കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടാവും, അവരോട് പറയും നമുക്ക് ഷെയർ ചെയ്യാം. വിശപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയും, നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കടാ, കുഴപ്പമൊന്നുമില്ല, വൈകുന്നേരം വരെ അല്ലേ എന്ന് പറയുന്നു. അവിടെ നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് വിദ്യാഭ്യാസ കാലഘട്ടം, പ്രത്യേകിച്ചും ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ കഴിയുമ്പോഴാണ്, ഒരു സെൻഡ് ഓഫ് ഡേ ഒക്കെ വരുന്ന സമയത്താണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു വേദന നമ്മൾ മനസ്സിലാവുക. ആ ഒരു നല്ല ഒരു സുന്ദരമായിട്ടുള്ളൊരു കാലഘട്ടം നമുക്കിപ്പോൾ കിട്ടാതെ പോകുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ കാണുകയാണല്ലോ. മക്കളൊക്കെ ഒരു പ്ലേറ്റിൽ നിന്ന് ഗംഭീരമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, എല്ലാം കണ്ട് ഒരു പാത്രത്തിൽ കഴിക്കുന്നു. ശരിക്കും സത്യമാണ്, അതൊക്കെ ഒരു രസമാണ് സംഭവം. 3-4 പേരൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചകളൊക്കെ ശരിക്കും എടാ അതെന്താടാ, അതെന്തെങ്കിലും പറയണം, അതിങ്ങനെടാ, ആ കറി എന്താടാ, ആ കറി ഇങ്ങനെടാ എന്നൊക്കെ പറഞ്ഞിട്ട് രസം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് അയച്ചുതരാം. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് അയച്ചുതരാം. നിങ്ങൾ അയച്ചിരുന്ന ചോദ്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് ചോദിക്കും, മീൻസ് മത്സരാർത്ഥികളോട് ചോദിക്കും. ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ചോദ്യം അയച്ചിരുന്ന വ്യക്തികളോടായിരിക്കും സമ്മാനം. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ.